നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ പശ്ചിമേഷ്യയിലേക്ക് പോയാൽ അവിടെ വലിയ കടുത്ത ആക്രമണം അമേരിക്കയും ഇറാനും തമ്മിൽ തുടരുകയാണ് എന്നുള്ള വിവരമാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. ഇറാന്റെ പല നഗരങ്ങളും അമേരിക്ക ആക്രമിച്ചു. ഏറ്റവും പ്രധാനം ഖൊമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്നാണ് സംസ്കാരം നടക്കുക. ഈ വിലാപയാത്രകളൊക്കെ ഇപ്പോൾ അവസാനിച്ച മട്ടുണ്ട്. ഇതിനിടയിലാണ് ഈ ആക്രമണങ്ങൾ എന്നുള്ളത് പ്രധാനമാണ്. തിരിച്ച് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരമായി വരുന്നത് കുവൈറ്റിലും ബഹറിനിലും ഇറാന്റെ വലിയ ആക്രമണം എന്നുള്ളതാണ്. നേരത്തെയൊക്കെ പറയുന്നത് പോലെ ഇതിൻ്റെയൊക്കെ പ്രതിസന്ധി അനുഭവിക്കുന്ന ആഗോള എണ്ണ വിപണിയും ഓഹരി വിപണികളും മറ്റുമാണ്. എണ്ണവിലയിൽ വലിയ കുതിച്ചുകയറ്റം ഉണ്ടായിരിക്കുന്നു എന്നുള്ള പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളാണ് അതിൻ്റെ പ്രതിസന്ധിയുമായി മുന്നോട്ട് പോകേണ്ടത്. മറ്റൊന്ന്, വയനാടിലെ ദുരന്തം. 5 പേരെക്കുറിച്ച് ഇപ്പോഴും വിവരമില്ല. അവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വലിയ തിരച്ചിൽ കഴിഞ്ഞ 2 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. ഇന്നെങ്കിലും എന്തെങ്കിലും സൂചനകൾ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് തിരച്ചിൽ സംഘമുള്ളത്. ഇതടക്കം നിരവധി വാർത്തകളുണ്ട്. ആദ്യം തലക്കെട്ടുകൾ. വയനാട് കള്ളാടി ദുരന്തത്തിൽ കാണാതായ 5 പേർക്കായി തെരച്ചിൽ തുടരുന്നു. പ്രതികൂല കാലാവസ്ഥ തിരിച്ചടി. അന്വേഷണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നീക്കം. സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. പ്രതിപക്ഷ സംഘം ദുരന്തബാധിത മേഖലയിലെത്തും. ദുരന്തഭീതിയിൽ കോഴിക്കോട് കക്കാടംപൊയിൽ നിവാസികൾ. സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി മലമുകളിൽ കൂട്ടിയിട്ടിരിക്കുന്നത് വൻ മണൽ ശേഖരം. ഏത് നിമിഷവും മണ്ണിടിയാൻ സാധ്യത. ഉറക്കം നഷ്ടമായി 300ഓളം കുടുംബങ്ങൾ. സംസ്ഥാനത്ത് ഇന്നും മഴ തുടരും. 5 ജില്ലകളിൽ യെല്ലോ അലേർട്ട്. മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിൽ വിദ്യാഭ്യാസ അവധി. പശ്ചിമേഷ്യയിൽ കനത്ത യുദ്ധം. ഇറാനിലേക്ക് വീണ്ടും അമേരിക്കയുടെ ആക്രമണം. സമാധാന കരാറിൽ ഒപ്പിടാതെ ഇറാനിലെ ആണവ പദ്ധതികൾ നശിപ്പിക്കുമെന്ന് ട്രംപ്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും തിരിച്ചടിച്ച ഇറാൻ. അയത്തുള്ള അലി ഖൊമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് മഷാദിൽ. ലോകകപ്പിന്റെ ആദ്യ ക്വാർട്ടർ ഫൈനൽ ഇന്ന്. ഫ്രാൻസ് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയെ നേരിടും. നമുക്ക് ആദ്യം വയനാട്ടിലേക്ക് പോകണം. കഴിഞ്ഞ 2 ദിവസമായി നമ്മെ നൊമ്പരപ്പെടുത്തുന്ന കാഴ്ചകളാണ് വയനാട്ടിലെ ദുരന്തഭൂമിയിൽ നിന്ന് വരുന്നത്. ദുരന്തഭൂമിയായി വയനാട്. വയനാട് മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥ തെരച്ചിൽ തടസ്സമാണ്. അവിടെ കഴിഞ്ഞ 2-3 ദിവസമായി കനത്ത മഴയാണ്. ഇന്നലെ തെരച്ചിൽ നടക്കുമ്പോഴും വലിയ മഴ അവിടെ ഉണ്ടായിരുന്നു. തുരങ്കപാത ദുരന്തത്തിൽ അന്വേഷണ സമിതിയെ ഇന്ന് പ്രഖ്യാപിക്കും. മുഖ്യമന്ത്രി ഇന്നലെ 2 തരത്തിലുള്ള അന്വേഷണം, അതിൻ്റെ നിയമപരമായുള്ള വിഷയവും സാങ്കേതികമായ വിഷയത്തിലുമുള്ള അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു മന്ത്രിസഭായോഗത്തിൽ. അതിനുശേഷമാണ് മുഖ്യമന്ത്രി വയനാട്ടിലെത്തുകയും പ്രദേശങ്ങൾ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തത്. 5 പേരെയാണ് ഇനി കണ്ടെത്താനുള്ളത്. ഈ 5 പേരും കമ്പനിയുടെ ജീവനക്കാരാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തുരങ്കപാതയുടെ 2 വശവും പരിശോധിച്ച ശേഷം മാത്രമേ ഇനി പ്രവർത്തനം ആരംഭിക്കൂ എന്നാണ് സർക്കാരിൻ്റെ വിശദീകരണം. തൽക്കാലം ഇതിന് നിർമ്മാണമൊക്കെ നിർത്തിവെച്ച ഒരു പശ്ചാത്തലമുണ്ട്. ടെക്നോ ലീഗൽ സ്റ്റഡി, നേരത്തെ പറഞ്ഞ പോലെ 2 തരത്തിലുള്ള അന്വേഷണം, അത് പൂർത്തിയാക്കും. അതിൻ്റെ പഠനവും നടത്തും. പ്രതിപക്ഷം ഇന്ന് ദുരന്തബാധിത പ്രദേശത്തെത്തുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കമുള്ളവരാണ് അവിടേക്ക് എത്തുക. CV അനുമോദ് വിവരങ്ങളുമായി ചേരുകയാണ്. അനുമോദ്, 5 പേരുടെ വിവരം ലഭ്യമാകാനുണ്ട്. തെരച്ചിൽ ഇന്നിപ്പോൾ 3-ാം ദിവസത്തേക്ക് കടക്കുന്ന ഒരു പശ്ചാത്തലം പ്രധാനമാണ്. എന്തെങ്കിലും സൂചനകളുണ്ടോ? ഈ തെരച്ചിലിന് ഇപ്പോൾ വിഘാതമായിരിക്കുന്നത് 1 മഴയാണ്, 2 മണ്ണിടിയും എന്നുള്ള ഭീതി അവിടെയുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഇപ്പോഴും സ്പീഡിൽ തന്നെയാണോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? രഞ്ജിത്ത്, ഗുഡ് മോർണിംഗ്. ഇന്ന് റെഡ് അലർട്ടാണ്. രാവിലെ മുതൽ നല്ല മഴ വയനാട് അനുഭവപ്പെടുന്നുമുണ്ട്. ഇത് ഇന്നത്തെ തെരച്ചിലിനെ എങ്ങനെ ബാധിക്കുമെന്നുള്ളത് വരും മണിക്കൂറുകളിൽ മാത്രമേ നമുക്ക് പറയാനാവുകയുള്ളൂ. പ്രത്യേകിച്ച് ഈ ഒരു മഴ പെയ്യുമ്പോൾ അവിടെ അടിഞ്ഞുകൂടിയ മണ്ണ് അത് വീണ്ടും ഇടിയുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടിട്ടുണ്ട്. അതേപോലത്തെ ഒരവസ്ഥയാണെങ്കിൽ കൂറ്റൻ ഹിറ്റാച്ചി അല്ലെങ്കിൽ JCB എല്ലാം അവിടേക്ക് ഇറക്കി
പരിശോധിക്കുക എന്നുള്ളത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമായിരിക്കും. കാരണം ഇടിയുന്ന മണ്ണിലേക്ക് ഒരിക്കലും ഭാരമേറിയ ഈ വാഹനങ്ങൾ പൂർണ്ണമായിട്ട് ഇറക്കി പരിശോധിക്കാൻ കഴിയുകയില്ല. അത് വീണ്ടും ഒരു അപകടത്തിൻ്റെ സാധ്യത വർദ്ധിപ്പിക്കുന്നതുകൊണ്ട് അത്തരത്തിൽ ഒരു വലിയ പ്രതിസന്ധി മഴ തുടരുകയാണെങ്കിൽ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് അവസ്ഥ. ഇന്നിപ്പോൾ സോൺ 3 കേന്ദ്രീകരിച്ച് പരിശോധിക്കുമെന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. അതായത് സാധ്യത ഇവരെ കണ്ടെത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ 4 സോണാക്കി തിരിച്ചിരുന്നു. അതിൽ 1ഉം 2ഉം സോണുകൾ ആണ് ഇന്നലെയൊക്കെ പരിശോധിച്ചിരുന്നത്. ഇന്ന് സോൺ 3യും അതുപോലെ പുഴയിൽ ഒഴുകിപ്പോകാനുള്ള സാധ്യത തള്ളിക്കളയാതെ പുഴയിലും പരിശോധന നടത്തുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇന്നലെയൊക്കെ ആ മണ്ണ് കൂടിക്കിടക്കുന്ന മേഖലകൾ മാത്രമായിട്ടായിരുന്നു പരിശോധനയെങ്കിൽ ഇന്ന് കുറെ കൂടി വ്യാപിച്ചു കിടക്കുന്ന ആ മേഖലയിലേക്ക്, പുഴയിലേക്കും അതോടൊപ്പം കുറച്ച് ദൂരെ ഉള്ള മേഖലകളിലൊക്കെ പരിശോധന നടത്താനാണ് ഇന്നത്തെ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. എന്താണെങ്കിലും പരിശോധന നടപടികൾ മഴ ഇതിന് തടസ്സമാകുമോ എന്നുള്ളതാണ് അറിയാനുള്ളത്. അതേപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്ററും അടങ്ങുന്ന പ്രതിപക്ഷ സംഘം ഇന്ന് ഈ ഒരു സംഭവ സ്ഥലം, ദുരന്ത സ്ഥലം സന്ദർശിക്കുന്നുണ്ട്. അതിനുശേഷം അവർ 11:30 മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഈ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഉയരുന്നുണ്ട്. ഈ ഒരു തുരങ്കപാതയ്ക്ക് തുരങ്കപാതയുടെ നിർമ്മാണം ഏറ്റെടുത്ത കമ്പനി അവർ മണ്ണ് നീക്കാത്തതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന തരത്തിൽ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് ഉയരുന്ന ആക്ഷേപം. എന്തുകൊണ്ട് സർക്കാർ അവരെ കൊണ്ട് ചെയ്യിച്ചില്ല എന്ന ചോദ്യമാണ് ഉയരുന്നത്. അവർക്ക് നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം സർക്കാരിൻ്റെ ജില്ലാ ഭരണകൂടത്തിന് പങ്ക് തീരുന്നില്ല. ആ നിർദ്ദേശം അവർ പാലിച്ചില്ലെങ്കിൽ അവർക്കെതിരെ കർശന നടപടി എടുക്കേണ്ടതായിരുന്നു. അത്തരത്തിൽ എന്തുകൊണ്ട് നടപടി സ്വീകരിച്ചില്ല, എന്ത് നടപടിയാണ് അങ്ങനെ ഉണ്ടായത് എന്ന ചോദ്യമാണ് വ്യാപകമായിട്ട് ഉയരുന്നത്. മണ്ണ് നീക്കണം എന്നൊരു നിർദ്ദേശം നൽകിയതുകൊണ്ട് മാത്രം സർക്കാർ നടപടി അവസാനിച്ചു എന്ന ആക്ഷേപമാണ് പ്രധാനമായിട്ടും. അതാണല്ലോ ഇപ്പോൾ ജില്ലാ ഭരണകൂടവും സർക്കാരും ഒക്കെ ഉയർത്തുന്ന ഒരു ന്യായം, അനുമോദ്. കാരണം നിർദ്ദേശം നൽകിയിരുന്നു, അത് ഉത്തരവായി തന്നെ ആ കാര്യങ്ങൾ അവരോട് ബോധ്യപ്പെടുത്തിയിരുന്നു, മന്ത്രി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു എന്നാണ്. പക്ഷെ അവർ അത് പാലിച്ചില്ല. അനുമോദ് പറഞ്ഞതുപോലെ അത് പാലിച്ചോ ഇല്ലയോ എന്നുള്ളത് നിരീക്ഷിക്കാനും അത് അവരെ കൊണ്ട് നടപ്പിലാക്കിയെടുക്കാനുമുള്ള അധികാരമുള്ള ഏജൻസിയാണ് ജില്ലാ ഭരണകൂടം, നമുക്കറിയാം. പക്ഷെ അവർ ആ ഉത്തരവിനപ്പുറം അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയതിനപ്പുറം മറ്റ് നിരീക്ഷണങ്ങളിലേക്ക് അവർ പോയില്ല എന്നുള്ളത് ദുരന്തത്തിൻ്റെ കാരണമായി. മറ്റൊന്ന്, ഇന്നലെ കമ്പനി നൽകിയ മറ്റൊരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മണ്ണൊലിച്ച് വന്നത് മാത്രമല്ല, ഉരുൾപൊട്ടലുണ്ടായി വനത്തിനുള്ളിൽ, അത് ഈ ദുരന്തത്തിന് കാരണമായി എന്നുള്ളതാണ്. അതും പ്രധാനമാണ്. ഈ വിഷയങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉരുൾപൊട്ടലുണ്ടായോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള വിശാലമായ ഒരു അന്വേഷണം ആവശ്യമുണ്ട്. തീർച്ചയായും അതുതന്നെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഇന്നലെ പറഞ്ഞത്. പെട്ടെന്ന് ആരെയും കുറ്റപ്പെടുത്താനല്ല, ഇതിലൊരു ടെക്നോ ലീഗലോ സ്റ്റഡി അത് കൃത്യമായി നടത്തണം. അതൊരു പാരിസ്ഥിതിക ആഘാതം അവിടെ കൃത്യമായി നടന്നിട്ടുണ്ടോ എന്നത് വ്യക്തമാകണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൽ വളരെ ഒരു സന്ദേശം അദ്ദേഹത്തിന് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. ഞാൻ മുമ്പ് തന്നെ ഈ പദ്ധതിക്ക് മുൻപ് തന്നെ ഓരോ മേഖലയിലും മണ്ണ് കൃത്യമായി പരിശോധിച്ച് അവിടുത്തെ പരിസ്ഥിതി ആഘാത പഠനം നടത്തണമെന്ന് പറഞ്ഞിരുന്നു. അന്ന് തന്നെ മണ്ണ് പരിശോധനാ വിദഗ്ധൻ എന്ന് പരിഹസിച്ചവരാണ് ഇപ്പോൾ പ്രതിപക്ഷത്തുള്ളത്. അപ്പോൾ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ അന്ന് കൃത്യമായി നടപ്പിലാക്കാത്തത് ഇവിടെ ഒരു പ്രശ്നമായിട്ടുണ്ടെന്ന് അദ്ദേഹം പറയാതെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇവിടെ കമ്പനിക്ക് അനുവാദം നൽകിയത് മുതൽ ഇവിടെ ഈ പദ്ധതി വേഗത്തിലാക്കാൻ വേണ്ടി ചില ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് എന്ന് പരോക്ഷമായിട്ട് അദ്ദേഹം പറയുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ നമ്മൾ കണ്ടത്. അതിൽ തുടർച്ചയായിട്ട് തന്നെ വേണം ഈ കാര്യങ്ങൾ ചേർത്ത് വായിക്കുവാൻ. അതായത് കമ്പനി മണ്ണ് മാറ്റാത്തത് മാത്രമല്ല അവിടെ പ്രശ്നം വരുന്നത്. രഞ്ജിത്ത്, ഇവിടെ ആ ഒരു ഇടിഞ്ഞ മലയുടെ താഴ്ഭാഗത്ത് മണ്ണ് നീക്കി അവിടെ സിമൻറ്റ് പ്ലാസ്റ്റർ ചെയ്ത് ഈ സാധാരണ ഉണ്ടാകുന്ന ജലം ഒഴുകിപ്പോകാൻ കഴിയാത്ത, മണ്ണിൽ ഉറവയുണ്ടാകുമല്ലോ, ആ വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ മഴ ശക്തമായി പെയ്തതോടെ ആ ഭാഗത്ത് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാതെ മലയ്ക്ക് ഉള്ളിൽ തന്നെ നിറയുകയും ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് പുറത്തേക്ക് തള്ളുകയും ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ. അതായത് കൃത്യമായിട്ട് ആ ഒരു മേഖലയിലെ മലയുടെ
സ്വഭാവം മനസ്സിലാക്കാതെ അത്തരത്തിൽ ഒരു സിമൻറ്റ് പ്ലാസ്റ്ററിംഗ് നടത്തിയത് അത് ഈ ഒരു അപകടത്തിന് വഴിയൊരുക്കിയിട്ടുണ്ടോ എന്ന ചോദ്യമാണ് ഒന്നാമതായിട്ട് ഉയരുന്നത്. രണ്ടാമത് മാത്രമേ കൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ സാന്നിധ്യം അതെങ്ങനെ ഇതിനെ ബാധിച്ചു എന്നുള്ളത് നിലവിലെ സാഹചര്യത്തിൽ പറയാൻ. ഇത് കഴിഞ്ഞ ദിവസം അവിടെ സന്ദർശിച്ച ഉദ്യോഗസ്ഥരോടും വിദഗ്ധരോടും ഒക്കെ ചോദിച്ച് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം പറയുന്നത്. സ്വാഭാവികമായിട്ടും ഈ വാർത്താ സമ്മേളനത്തിൽ വി ഡി സതീശൻ മുഖ്യമന്ത്രി സൂചിപ്പിച്ച കാര്യവും വിരൽ ചൂണ്ടുന്നത് അത്തരത്തിലൊരു പഠനം നടത്തണം, കൃത്യമായിട്ട് ഒരു ടെക്നോളജിക്കൽ എക്സ്പേർട്സിനെ കൊണ്ട് തന്നെ അത്തരത്തിലൊരു പഠനം നടത്തിയിട്ട് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകും. ആരെയും എടുത്തുചാടി കുറ്റപ്പെടുത്തുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ കൃത്യമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തും എന്ന് അദ്ദേഹം പറയുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതാണ് സാഹചര്യം. ഏതായാലും ഇന്നിപ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള സംഘം അവിടെ എത്തുന്നുണ്ട്. ഇന്നലെ മുഖ്യമന്ത്രി സംഭവസ്ഥലത്തുണ്ടായിരുന്നു. മുഖ്യമന്ത്രി എത്തി വിലയിരുത്തൽ നടത്തി. കളക്ടറേറ്റിലടക്കം യോഗം ചേർന്ന് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കരുത്. ഇപ്പോൾ ഈ പാതയുടെ നിർമ്മാണം നിർത്തിവെച്ചിരിക്കുകയാണല്ലോ അനുമോദ്. ഈ മണ്ണ് ഗതാഗത യോഗ്യമാക്കത്തക്ക വിധം മണ്ണ് പൂർണ്ണമായും ഈ പ്രദേശത്ത് നീക്കാനായോ? നാട്ടുകാർക്കൊക്കെ ഇപ്പോൾ കടന്നു പോകാനുള്ള സാഹചര്യമുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു പാതയാണല്ലോ ഇത്. ഒറ്റപ്പെടുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് മറുകരയിലുള്ളവർ മറ്റും. അതിൻ്റെ നടപടിക്രമങ്ങൾ എവിടെ വരെയായി? ഒപ്പം ഇപ്പോഴും മണ്ണ് കൂടിക്കിടക്കുന്നുണ്ട്, അത് ഒലിച്ചു വരുന്നുണ്ട് എന്നുള്ളൊരു പ്രശ്നം, അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? രഞ്ജിത്ത്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെ കൂടിക്കിടക്കുന്ന മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ അവിടെ ആളുകളെ പൂർണ്ണമായിട്ടും ആ മേഖലയിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ്. അതായത് ജനവാസം അവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരാശങ്കയില്ല. പക്ഷേ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ചൂരൽമലയിൽ നിന്ന് പുറത്തേക്കുള്ള ഏക വഴിയാണത്, ഏക മാർഗമാണത്. അപ്പോൾ വാഹനങ്ങൾ അവിടെ നിയന്ത്രിതമായ അളവിൽ മാത്രമേ കടത്തിവിടുന്നുള്ളൂ. അതായത് പ്രദേശവാസികൾക്കും നേരത്തെ കഴിഞ്ഞ ദിവസം അവിടെ കുടുങ്ങിപ്പോയവർക്ക് മാത്രമേ ഇപ്പോൾ അതുവഴി യാത്ര ചെയ്യാൻ അനുവാദമുള്ളൂ. പ്രദേശവാസികളല്ലാതെ ടൂറിസ്റ്റുകൾക്കൊന്നും ഇപ്പോൾ ചൂരൽമലയിലേക്കും അട്ടമലയിലേക്കും ഒന്നും പോകാൻ കഴിയില്ല, ഈ ഒരു അപകട സാധ്യത നിലനിൽക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു നിരീക്ഷണം അവിടെ ഉണ്ട്. പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയും മറ്റ് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സിൻ്റെയും ഒക്കെ സാന്നിധ്യം അവിടെയുണ്ട്. അവരുടെ നിയന്ത്രണത്തിലാണ് ഇപ്പോൾ ആ പാലം വഴിയുള്ള ഗതാഗതമുള്ളത്. അവിടെ ആശങ്ക നൽകുന്ന തരത്തിൽ തന്നെയാണ് കൂടിക്കിടക്കുന്ന മണ്ണിൻ്റെ അവസ്ഥ. മഴ വീണ്ടും ശക്തമായി കഴിഞ്ഞാൽ അത് റോഡിലേക്കും ഈ പറയുന്ന പാലത്തിലേക്കും വരാത്ത രീതിയിൽ മണ്ണ് മാറ്റി അവിടെ സുരക്ഷിതമാക്കിയൊരു സാഹചര്യം തീർത്തിട്ടുണ്ടെങ്കിലും കൂടിക്കിടക്കുന്ന മണ്ണ് ആശങ്കയുണ്ടാക്കുന്ന ഒരവസ്ഥയുണ്ട് എന്ന് തന്നെയാണ് പ്രദേശവാസികൾ പറയുന്നത്. സ്വാഭാവികമായിട്ടും അത് നീക്കം ചെയ്യുക അത്ര എളുപ്പമുള്ള സാഹചര്യമല്ല. ഇവിടെ പ്രധാനം ആളുകളുടെ ജീവന് കാഷ്വാലിറ്റി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ നടപടി സ്വീകരിക്കുക എന്നുള്ളതാണ്. ആ തരത്തിലുള്ള നടപടികൾ അവിടെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഇനി പാലത്തിൻ്റെ ബലക്ഷയം അടക്കമുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതൊക്കെ അടുത്ത ഘട്ടത്തിൽ മാത്രമേ എന്താണെങ്കിലും സർക്കാരിൻ്റെ പരിശോധനാ പട്ടികയിൽ വരുന്നുള്ളൂ. കാരണം ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പരിഗണന 5 പേർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നിന്ന് അവരെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഒരു ദിവസം, വളരെ വിലപ്പെട്ട ഒരു ദിവസം ഇന്നലെ കാര്യമായിട്ടൊന്നും നേട്ടമുണ്ടാക്കാതെ കടന്നുപോയി. അതുകൊണ്ട് തന്നെ ഇന്ന് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് സാധ്യമായ എല്ലാ സ്ഥലങ്ങളിലും പരിശോധന വ്യാപിപ്പിക്കുവാനാണ് ഇന്നത്തെ ദിവസത്തെ പ്രധാനപ്പെട്ട ആലോചന. അനുമോദാണ് അവിടെ തത്സമയം ചേരുന്നത്. ശക്തമായ മഴയുണ്ട്. ഇന്നലെ മഴയുണ്ടായിരുന്നു. ഇന്നും വയനാട്ടിലും കോഴിക്കോടും മലപ്പുറത്തും റെഡ് അലേർട്ടുണ്ട്. ഈ 3 ജില്ലകളിലും ശക്തമായ തീവ്ര മഴ പെയ്യുമെന്നാണ് മുന്നറിയിപ്പ്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും മറ്റും അവധിയുണ്ട്. വയനാട് പോലെ ഒരു മേഖലയിൽ, ഇത്ര വൾണറബിളായ ഒരു മേഖലയിൽ ഇത്ര വലിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിലെ അശാസ്ത്രീയതയാണ് ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് നിയമങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്ന നിയമങ്ങളുണ്ട്, അതൊക്കെ ലംഘിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിലൊക്കെ വ്യക്തത വരേണ്ടി വരും. അതിനുള്ള ശാസ്ത്രീയമായ പഠനങ്ങളിലേക്ക് കടക്കുകയാണ്. പക്ഷേ ഇതിനൊക്കെ മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമായിരുന്നു, കൃത്യമായ ഇടപെടലുകൾ ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നെങ്കിൽ. വയനാട് കള്ളാടി ദുരന്തം കഴിഞ്ഞതോടെ ഊണുമുറക്കവും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കോഴിക്കോട് കക്കാടംപൊയിലിലെ ഒരുപറ്റം ജനങ്ങൾ. വെണ്ടക്കുംപൊയിൽ മേലേമങ്ങാട് പ്രദേശത്ത് സ്വകാര്യ കരിങ്കൽ ക്വാറിക്ക് വേണ്ടി മലമുകളിൽ കൂന കൂട്ടിയിട്ടിരിക്കുന്ന മണ്ണാണ് ഇവരുടെ സമാധാനം കെടുത്തുന്നത്. മഴ കനത്താൽ ഈ മൺകൂന വെള്ളപ്പാച്ചിലിനൊപ്പം ഒലിച്ചിറങ്ങിയാൽ നടുക്കുന്ന ദുരന്തമായി അത് മാറും എന്നുള്ളതാണ് ഏറ്റവും ഗൗരവതരമായ കാര്യം. ന്യൂസ് 18 ബ്രേക്കിംഗ് സ്റ്റോറി. രാത്രിക്ക് ഇത് പൊട്ടി ഒഴുകി വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് ഓടാനാ കുറെ പരാതി കൊടുത്താണ്. പരാതി കൊടുക്കാൻ ഇനി ആർക്കും ഇല്ല. ഇക്കാണുന്നതാണ് വെണ്ടേക്കുംപൊയിൽ മേലെ മങ്ങാട്ട് ജനങ്ങളുടെ നെഞ്ചെടുപ്പേറ്റുന്ന മൺകൂന.
കുന്നിൻ മുകളിൽ സ്വകാര്യ വ്യക്തി നടത്തുന്ന ക്വാറിക്ക് വേണ്ടി കൂന കൂട്ടിയിട്ടതാണിത്. ഒരു സുരക്ഷയും പാലിക്കാതെയുള്ള ഈ നിയമലംഘനം ഈ പെരുമഴയത്ത് സാധാരണക്കാരായ കുറെ ജനങ്ങളെയാണ് ഭീതിയുടെ മുനമ്പിലാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു കണ്ണറിയാൻ പറ്റാത്തൊരു അമ്മയുണ്ട്, പിന്നെ 3 വയസ്സായത് കുഞ്ഞുങ്ങളാണ്, തീരെ കുഞ്ഞുങ്ങളാണ് 3 ഉള്ളത്. ഞങ്ങൾ ആകപ്പാടെ മേടിച്ചത് എപ്പോൾ പൊട്ടും എങ്ങനെ പൊട്ടും നിങ്ങൾ കണ്ടോളും. ഞങ്ങൾ ആകെ ഇതിലാണ്. നാട്ടുകാർ പറയുന്നത് ശരിയാണെന്ന് ആർക്കും ഒറ്റനോട്ടത്തിൽ മനസ്സിലാകും. മഴ ഇങ്ങനെ കനത്തു പെയ്താൽ ഈ മൺകൂന ഇടിയാം. അങ്ങനെ ഒരു അപകടമുണ്ടായാൽ അതിന്റെ ആഘാതം എന്തായിരിക്കുമെന്ന് ആർക്കും പറയാനാകില്ല. കാരണം പിഞ്ചുകുഞ്ഞുങ്ങളും വൃദ്ധരും രോഗികളുമടക്കം 300ഓളം കുടുംബങ്ങളാണ് ഇവിടെ പാർക്കുന്നത്. ഇക്കഴിഞ്ഞ ദിവസം പെരുമഴ തുടങ്ങിയതോടെ നേരിയ തോതിൽ കുന്നിൻ ചെരുവിൽ കൂടി മണ്ണ് ഒലിച്ചിറങ്ങുന്നുണ്ട്. നിങ്ങളിപ്പോ കാണുന്നതാണ് അവസ്ഥ. പെരും കാറ്റും മഴയാണ്. അതില് വെള്ളം ഇറങ്ങിയിട്ട് മണ്ണ് കൂട്ടിരിക്കുന്നത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. കിടന്നുറങ്ങാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഈ കനത്ത ഒരാഴ്ചയായി മഴ തുടങ്ങിയിട്ട്. ഈ ഒരാഴ്ച ഞങ്ങൾ ഏറ്റവും മേളിലൊരു കുന്നൊരു വീട്ടുണ്ട്. അവിടെയാണ് ഞാൻ മക്കളെയും കൊണ്ട് കിടക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് വന്നിട്ടാണ് അത് സ്കൂളുകളിൽ പോകാൻ പറ്റുന്നത്. ഭീതി കനത്തതോടെ ഇവിടെ വീട്ടുകാർ ഉറങ്ങിയിട്ടു ദിവസങ്ങളായി. പലരും ഉണർന്നിരിപ്പാണ് രാത്രികളിൽ. ഒരു ശബ്ദം കേട്ടാൽ ചാടി എണീക്കും. തലയ്ക്ക് മുകളിലുള്ള ഈ വലിയ ഭീതിയെക്കുറിച്ച് നാട്ടുകാർ നിരന്തരം പരാതി നൽകിയിട്ടുണ്ട്. ഒരു അധികാരിയും അത് കണ്ടമട്ട് നടിച്ചിട്ടില്ല. കോറിക്കാരാണെങ്കിൽ ഒന്നും തങ്ങളെ ബാധിക്കില്ലെന്ന മട്ടിൽ ഇവരുടെ ജീവന് പുല്ലുവിലയും നൽകുന്നു. ഒരു കോറി ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. അതിപ്പോ ഏകദേശം 1 കൊല്ലം ആകുന്നു. അത് കൂടാതെ അതിന്റെ പ്രശ്നങ്ങൾ മാറി നിൽക്കുകയാണ്. ഇവർ ഈ കോറി എന്നുള്ള മണ്ണും വേസ്റ്റും വലിയ വലിയ പാറകളും കൊണ്ട് ഇതുപോലെ കുന്നുകളായി കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നേരെ വരുന്നത് വെണ്ടേക്കുമ്പോൾ എന്ന പ്രദേശത്തേക്കാണ്. ഈ മേയത്തും കാറ്റത്തും എങ്ങോട്ട് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ആന വഴിയിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് രാത്രി അങ്ങോട്ടൊന്നും മാറാനും പറ്റുന്നില്ല. ആ രീതിയിൽ ആ പാടെ ബുദ്ധിമുട്ടിലാണ്. എല്ലാ തവണ ഞങ്ങൾ പരാതി പറയുന്നതാണ്. പഞ്ചായത്ത് സെക്രട്ടറി അടക്കം എല്ലാവരോടും പറഞ്ഞിട്ട് പോലും ഇതിന് യാതൊരു നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ കണ്ടിട്ടും കണ്ണടയ്ക്കുന്ന അധികാരികളോട് നാട്ടുകാർക്ക് പറയാനൊന്നേ ഉള്ളൂ, ഒരു ദുരന്തമുണ്ടായിട്ട് രക്ഷാപ്രവർത്തനവുമായി പാഞ്ഞു വന്നിട്ട് കാര്യമില്ല. ഇവർക്കാർക്കും ഒന്ന് മാറി താമസിക്കാൻ പോലും വേറെ ഇടമില്ലാത്തവരാണ്. ഇവിടെ ഒരു കള്ളാടി ആവർത്തിക്കാതിരിക്കാൻ ചുമതലപ്പെട്ട അധികാരികൾ വേണ്ട നടപടിയെടുക്കണം. ഒരു ദുരന്തം കൂടി ഉണ്ടാകരുത്. ഗുലാം നബി ആസാദ്, ന്യൂസ് 18 മുക്കം. 300ഓളം കുടുംബങ്ങളുടെ ഭീതിയാണ് ആ ദൃശ്യങ്ങളിലും ആ വരികളിലൂടെ ഗുലാം നബി ആസാദ് കാട്ടിയത് പ്രേക്ഷകരെ. ഏതായാലും നേരത്തെ പറഞ്ഞ പോലെ വയനാടൊക്കെ നമ്മുടെ മുന്നിലൊരു നേർക്കാഴ്ചയാണ്. ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കണം. കുഞ്ഞുങ്ങളും സ്ത്രീകളും അടക്കമുള്ള കുടുംബങ്ങളാണ് അവിടെ താമസിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഗുലാം നബി ആസാദ് തന്നെ തത്സമയം ചേരുന്നു. ഇത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തി എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. ഇത്തരം ദുരന്തങ്ങൾ നമുക്കറിയാം പലപ്പോഴും ഇവരുടെയൊക്കെ കെടുകാര്യസ്ഥത കൊണ്ടും ശ്രദ്ധയില്ലായ്മ കൊണ്ടും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാൻ ആരംഭിച്ചിട്ടുണ്ടോ പഞ്ചായത്ത്? ഒപ്പം അനധികൃതമായി പ്രവർത്തിക്കുന്ന ഒരു ക്വാറി എന്ന് പറയാമോ, അതോ എല്ലാ സംവിധാനങ്ങളോട് പ്രവർത്തിക്കുന്ന ഒന്നാണോ? അവരെന്തെങ്കിലും നിലപാട് സ്വീകരിച്ചിട്ടുണ്ടോ ഗുലാം നബി ആസാദ് ഈ വിഷയത്തിൽ? രഞ്ജിത്ത്, ഇത് കോഴിക്കോട് മലപ്പുറം ജില്ലകളുടെ അതിർത്തിയായ കക്കാടംപൊയിൽ വെണ്ടേക്കുംപൊയിൽ മേഖലയിലെ മങ്ങാട് പ്രദേശത്ത് പ്രവർത്തിക്കുന്ന ഒരു കോറിയിൽ നിന്നും മണ്ണെടുത്ത് കൂട്ടിയിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത്. ഈ കോറിയിൽ നിന്നുള്ള മറ്റു വേസ്റ്റുകളും കരിക്കൽ വേസ്റ്റുകളും ഉൾപ്പെടെ ഒന്നുകൂട്ടി വെച്ച അവസ്ഥയിലാണുള്ളത്. ഇതോടെയാണ് ഈ പ്രദേശത്തെ 300ഓളം വരുന്ന കുടുംബങ്ങൾ ഏറെ ഭീതിയിൽ കഴിയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തുടർച്ചയായ മഴയും കാറ്റും വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ വയനാട് ദുരന്തം ഉൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലാണ് ഈ നാട്ടുകാരുടെ ഭീതി ഏറിയിരിക്കുന്നത്. നിലവിൽ ഈ ക്വാറി പ്രവർത്തനം നടക്കുന്നത് ലൈസൻസോട് കൂടിയാണെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്നാൽ ഇത്ര ദുരന്തം ഉണ്ടാവുന്ന രീതിയിലുള്ള മണ്ണ് ഇത്തരത്തിൽ കൂട്ടിയിടുന്നത് വലിയ ഭീതിയാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഒരു അപകടമുണ്ടായാൽ, രാത്രികാലങ്ങളിലൊക്കെ അപകടമുണ്ടായാൽ പുറത്തേക്ക് ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ പോലും കഴിയാത്ത ഒരു സ്ഥലമാണ്. പ്രത്യേകിച്ചും കാട്ടാന ഉൾപ്പെടെയുള്ള വന്യജീവി ശല്യം സ്ഥിരമായിട്ട് ഉണ്ടാവുന്നൊരു പ്രദേശം കൂടിയാണ് ഈ പ്രദേശം. അതുകൊണ്ട് തന്നെ ആളുകൾ ഏറെ ഭീതിയിലാണ് ഇപ്പോൾ അവിടെ കഴിയുന്നത്. ഇപ്പോൾ നമുക്ക് ഇന്ന് അറിയാൻ കഴിഞ്ഞത്, നമ്മൾ ഇന്നലെ അവിടെ പോയി വന്നതിന് ശേഷം വില്ലേജ് ഓഫീസർ സ്ഥലത്തെത്തുകയും അവരോട് താൽക്കാലികമായി ബന്ധു വീട്ടിലേക്ക് മറ്റോ മാറി താമസിക്കാൻ പറഞ്ഞതായാണ് അറിയാൻ കഴിയുന്നത്. ഇത് നേരത്തെ നിരവധി തവണ ഈ ഉദ്യോഗസ്ഥർക്കും പഞ്ചായത്ത് സെക്രട്ടറി, വില്ലേജ് ഓഫീസർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് പരാതി നൽകിയെങ്കിലും
യാതൊരു നടപടിയും ഉണ്ടായില്ല. അതുപോലെ തന്നെ കോറി അധികൃത ഭാഗത്തു നിന്നും ഈ മണ്ണ് മാറ്റാനോ മറ്റ് സംവിധാനങ്ങൾ ചെയ്യാനുള്ള യാതൊരു നടപടിയും ഉണ്ടായില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കറിയാം പല ദുരന്തങ്ങളും സംഭവിക്കുന്നത് അധികൃതരുടെ അനാസ്ഥ കൊണ്ടാണ്. ദുരന്തങ്ങൾ സംഭവിച്ച ശേഷം അതിനെ പഴിച്ചിട്ടോ സഹതപിച്ചിട്ടോ കാര്യമില്ല. അതിന് മുൻപ് തന്നെ ഇത്തരം പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുകയും അവിടെ താമസിക്കുന്ന ആളുകൾക്ക് സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുകയും ചെയ്യേണ്ട ബാധ്യത ജില്ലാ ഭരണകൂടത്തിനായാലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കായാലുമുണ്ട്. അതിനുള്ള ആർജവമാണ് ഇനി വേണ്ടത്. സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ പെയ്യും. 5 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. അനീഷ്, ഇന്നലെ റെഡ് അലേർട്ടായിരുന്നു. അനീഷ് കുമാർ ചേരും. ഏതായാലും ഇന്നലെ ഈ പ്രദേശത്ത് റെഡ് അലേർട്ടായിരുന്നു. ഇന്നിപ്പോൾ ഈ 3 ജില്ലകളിൽ അതിനെ തുടർന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചത്. അതിപ്പോൾ യെല്ലോ അലേർട്ടായി മാറിയ പശ്ചാത്തലമുണ്ട്. പക്ഷേ അപ്പോഴും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതകൾ പ്രവചിക്കുന്നുണ്ട്. അനീഷ്, ഇന്നത്തെ അവസ്ഥ എന്താണ്? ഈ 3 ജില്ലകളിൽ ഇന്നലെ റെഡ് അലേർട്ട് ആയിരുന്നുവല്ലോ, അത് യെല്ലോ ആയിട്ടുണ്ട്. പക്ഷേ എങ്കിലും മഴ പല മേഖലകളിലും തുടരുന്നുണ്ട് എന്നാണോ? ഇത് അലേർട്ടുകളിൽ മാറ്റമുണ്ടെങ്കിൽ പോലും മഴ കനത്ത രീതിയിൽ തന്നെ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിൽ ഉള്ളത്. ഏതാണ്ട് 48 മണിക്കൂറിലധികമായി കോഴിക്കോട് ജില്ലയിൽ വലിയ രീതിയിലുള്ള അതിതീവ്ര മഴ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നു. ജില്ലയുടെ എല്ലാ മേഖലകളിലും കനത്ത മഴ പെയ്യുന്നു എന്നതാണ് ഏറ്റവും മായ കാര്യം. ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കടക്കം അവധി പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലയിടങ്ങളിലും ഇപ്പോൾ തന്നെ വലിയ തോതിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം. മലയോര മേഖലകളിലും അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്ന സാഹചര്യമാണ്. വയനാടിന് സമാനമായി തന്നെ വിലങ്ങാടക്കമുള്ള ഇടങ്ങളിൽ മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടലടക്കം ഉണ്ടായതിന്റെ ഒരു പശ്ചാത്തലത്തിൽ താമരശ്ശേരി മേഖലയിലടക്കമുള്ള ഇടങ്ങളിലുമൊക്കെ വലിയ ജാഗ്രതാ നിർദ്ദേശം പുലർത്തുന്നു. ഒപ്പം നാദാപുരം അടക്കമുള്ള ഇടങ്ങളിൽ ചെക്കേട് പഞ്ചായത്തുകളിലെ കാലിക്കുളമ്പ്, എളമ്പം, നാദാപുരം ഗ്രാമത്തിലെ ചിയൂർ എന്നിവിടങ്ങളിൽ ശക്തമായ ചുഴലിക്കാറ്റ് ഇന്നലെ ആഞ്ഞുവീശുകയും വലിയ നാശനഷ്ടങ്ങളൊക്കെ അവിടെ ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ചും കാർഷിക വിളകൾക്കാണ് ഇത് വലിയ നാശനഷ്ടം സൃഷ്ടിച്ചത്. ഒപ്പം കാപ്പാട് പോലുള്ള മേഖലകളിൽ വലിയ രീതിയിലുള്ള കടലേറ്റം ഉണ്ടാവുകയും കരയിലേക്ക് വലിയ തോതിൽ കടൽ കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ബേപ്പൂരിൽ നിന്നും പോയ മത്സ്യബന്ധന വള്ളങ്ങളടക്കം ശക്തമായ കാറ്റിൽ പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും വലിയ തോതിൽ തന്നെ ഇപ്പോഴും മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അടുത്ത ഏതാനും മണിക്കൂർ കൂടി ഈ അതിതീവ്ര മഴ തുടരും എന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. രഞ്ജിത്ത്. MS അനീഷ് കുമാർ വിവരങ്ങൾ പങ്കുവച്ചു. കനത്ത മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. അയ്യപ്പൻപൊറ്റ സാംസ്കാരിക നിലയത്തിലാണ് ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചത്. ക്യാമ്പിൽ നിലവിൽ 13 പേരെ പാർപ്പിച്ചിട്ടുണ്ട്. ഒരു ഗർഭിണിയും 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള 3 മുതിർന്ന പൗരന്മാരും ക്യാമ്പിൽ ഉണ്ട്. എന്താ ചെയ്യാന്നുള്ള പാലക്കാടടക്കം വലിയ മഴ പെയ്യുന്ന സാഹചര്യമുണ്ട്. ഇടുക്കിയിൽ സ്വകാര്യ ബസ് ഉടമ KSRTC ബസ്സിന് അടിയിൽ കിടന്ന് പ്രതിഷേധിച്ചു. സ്വകാര്യ ബസ്സായ കുട്ടിമാളു ഓടേണ്ട സമയത്ത് KSRTC പ്രിയദർശിനി സർവീസ് നടത്തിയതാണ് പ്രതിഷേധത്തിന് കാരണമായത്. ഉപ്പുതറയിലാണ് വാക്ക് തർക്കവും പ്രതിഷേധവും ഉണ്ടായത്. ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ്. ഈ ബസ്സുകൾ, പ്രിയദർശിനി ബസ്സുകൾ ഓടുന്നത് കൊണ്ട് സ്വകാര്യ ബസ്സുകളുടെ വലിയ നഷ്ടത്തിൽ സ്വകാര്യ ബസ്സുകൾ മുന്നോട്ട് പോകേണ്ട പശ്ചാത്തലമൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബസ് ഉടമ നേരിട്ട് തന്നെ പ്രതിഷേധത്തിന് ഇറങ്ങിയത്. സ്കൂളുകൾ വെറും പാഠപുസ്തകം മാത്രം പഠിപ്പിക്കുന്ന ഇടമല്ല ഇക്കാലത്ത്. അത് കുട്ടികളുടെ മികവും കഴിവും പാഠ്യേതര പ്രവർത്തനങ്ങളും എല്ലാം വളർത്തിയെടുക്കുന്ന സ്ഥലങ്ങൾ കൂടിയാണ്. മലപ്പുറം മൂർക്കനാട്ടെ സ്കൂൾ ഇത്തരത്തിൽ ഒരു മികവിൻ്റെ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. സ്കൂളിലെ LED ലാമ്പുകളുടെ നിർമ്മാണം ഇന്ന് കുട്ടികൾക്ക് വരുമാനം കൂടി നൽകുന്നു. ഞാനുള്ളത് മൂർക്കനാട് AM AUP സ്കൂളിലാണ്. വിദ്യാലയങ്ങളൊക്കെ മികവിൻ്റെ കേന്ദ്രങ്ങളായി മാറിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. പക്ഷേ ഈ സ്കൂളിലൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ കുട്ടികളെ സാമ്പത്തിക സ്വയം പര്യാപ്തത കൂടി പഠിപ്പിക്കുകയാണ്. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഇവിടുത്തെ ഈ LED ലാമ്പ് ഈ സ്കൂളിലെ ഈ കുട്ടികൾ ഉണ്ടാക്കുന്നതാണ്. ഇത് സ്കൂൾ ഉപയോഗത്തിന് മാത്രമല്ല, പുറത്ത് വിപണിയിൽ ലഭിക്കുന്ന ഒന്നാണ്. എങ്ങനെയാണ് അവർ ഈ ഒരു നിർമ്മാണത്തിലേക്ക് കടന്നിരിക്കുന്നത്, ഇതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കുട്ടികളോടൊക്കെ തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. മോളെ, എന്തൊക്കെയാണ് അപ്പോൾ ഇത്?
ഇത് ഡിഫ്യൂസർ, ആ ഇത് ബോഡി, ആ ഇത് മെറ്റൽ ഹോൾഡർ, ആ ഇത് അതിൻ്റെ സ്ക്രൂ, ആ ഇത് LED പാനൽ, ഇത് കേബിൾ. എങ്ങനെയാ ഇത് ഉണ്ടാക്കുക എന്ന് പറഞ്ഞേ. അത് ഈ രണ്ട് ഇത് ഇതിൽ കയറ്റിയിട്ട് ഇത് ഇങ്ങനെ ഇതിലിടുക. ആ എന്നിട്ട് ഇത് എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. അങ്ങനെ വെക്കുക. വിടർത്തിയിട്ട് ഇത് ഈ ഹോളുകളുടെ ഉള്ളിലൂടെ കയറ്റുക. മെറ്റൽ ഹോൾഡറിനുള്ളിൽ കൂടെ വെക്കുന്നു അല്ലേ? എന്നിട്ട് സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യും. സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്യും. പിന്നെ അത് ലോക്ക് ചെയ്യണ്ടേ? എങ്ങനെ ലോക്ക് ചെയ്യാം? ലോക്ക് ആ സാധനത്തിൽ വെച്ച് ലോക്ക് ചെയ്യും. അതിനുശേഷം ഇത് വെച്ച് ടൈറ്റ് ചെയ്തിട്ട് കത്തിക്കും. ചെക്ക് ചെയ്യും. അപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എത്ര ദിവസം കൊണ്ടാണ് പഠിച്ചത്? അത് അന്ന് മാഷ് വന്നപ്പോൾ തന്നെ പഠിച്ചു. അന്ന് മാസം. അപ്പം എന്താ ഇത് ആദ്യം ക്ലാസ്സിൽ വന്നിട്ട് ഇത് ചെയ്യാൻ ഇഷ്ടമുള്ളവർ വരാനാണോ പറഞ്ഞേ? അപ്പോൾ മോള് വന്നു. എന്നിട്ട് എങ്ങനെയാണ് ഇപ്പോൾ ഇതുകൊണ്ട് പോക്കറ്റ് മണിയൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, വിൽക്കണം. വിറ്റാൽ കിട്ടൂലേ? എന്തായാലും നമുക്ക് ഇവിടുത്തെ അധ്യാപകരും ഒക്കെ ചേരുന്നുണ്ട്. ഇവരുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഒട്ടേറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ ഇവിടെ ചെയ്ത സ്കൂൾ കൂടിയാണ്. മുമ്പ് നമ്മൾ കോവിഡ് കാലത്തൊക്കെ AI ആദ്യകാല രൂപങ്ങൾ ഉപയോഗിച്ച് പഠനം നടത്തിയിരുന്നൊരു ചരിത്രം ഇവർക്കുണ്ട്. അതിന് പുറമെ റോബോട്ട് ഉണ്ടാക്കിയ ചരിത്രമുണ്ട്. ശ്യാം മാഷ്, ഹെഡ് മിസ്റ്റേഴ്സ് ഒക്കെ ചേരുന്നുണ്ട്. പക്ഷേ എല്ലാ തവണയും ഓരോ പുതിയ സംരംഭങ്ങളായിട്ടാണ് നമ്മൾ പരിചയപ്പെടുത്താറുള്ളത്. എന്താണ് ഈ ഒരു LED ലാമ്പ് പദ്ധതിയുടെ ഒരു ഇത് നമ്മൾ ലൈഫ് സ്കിൽ ഡെവലപ്മെൻ്റ് ഭാഗമായിട്ട് കുറേ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ 3-4 പരിപാടികൾ ചെയ്തു. കുട നിർമ്മാണം, അങ്ങനെ കൂൺ കൃഷി, കുട്ടികൾക്ക് സെൽഫായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കുക, അവർക്ക് സെൽഫ് അച്ചീവ്മെൻ്റ് ഉണ്ടാക്കുക, പിന്നെ ഒരു സൈഡ് ആയിട്ട് അവർക്കൊരു ഇൻകം വരിക. അപ്പോൾ എല്ലാവരും എൻ്റർപ്രണറാണല്ലോ, സംരംഭകരാണ്. അപ്പോൾ അവർക്കും ഈ ചെറുപ്പകാലത്തിൽ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വരുമാനം വേറെ രീതിയിൽ, അതും രക്ഷിതാക്കളെ സഹായിച്ചുകൊണ്ട് ചെയ്യാന്നുള്ള രീതി കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ എത്തിച്ചേർന്നത്. അപ്പോൾ അതൊരു എനർജി മാനേജ്മെൻറ്റ് സിസ്റ്റത്തിലൊരു അവാർഡി വിന്നർ സാറിനെ കൊടുത്ത് ഞങ്ങൾ ക്ലാസ് എടുപ്പിച്ചു. പിന്നെ അധ്യാപകരൊക്കെ അതിന് പരിശീലനം കൊടുത്ത്, പിന്നെ ഞങ്ങൾ ബൾക്കായിട്ട് പൂനെയിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ സാധനങ്ങൾ ആദ്യം ഒരു 10-30 കുട്ടികളെ ഉണ്ടായിരുന്നു. ഇപ്പം ഇന്നലെ ഞങ്ങൾ പഞ്ചായത്ത് ബോർഡിലൊക്കെ അവതരിപ്പിച്ചിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ ഓർഡറുകൾ വരുന്നുണ്ട്. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് ആദ്യം കുട്ടികൾ ആദ്യം പൈസ തന്നു. നമുക്കൊരു 20 രൂപ, ഒരു 40% ഉണ്ടാക്കുന്ന ആൾക്കും 60% കോസ്റ്റുമാണ് വരുന്നത്. അപ്പോൾ ആദ്യം കുട്ടികൾ തന്നെ തരിക ചെയ്ത്. ഇപ്പോൾ നമ്മളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കുട്ടികൾ ഉണ്ടാക്കി അവർക്ക് കുറച്ച് പൈസ, പിന്നെ കുറച്ച് ഞങ്ങൾ പെയിനിങ് പാലിയേറ്റീവ് കാര്യങ്ങളൊക്കെ കൊടുക്കാനാണ്. ഇതിന്ന് ഒരു കുട്ടിക്ക് എത്ര രൂപ? ഒരു കുട്ടിക്ക് എങ്ങനെയാലും 20 രൂപയുടെ അടുത്ത് കിട്ടും. വിപണിയിൽ എത്ര രൂപ? വിപണിയിൽ 50 രൂപയ്ക്ക് ഞങ്ങൾ കൊടുക്കുന്നത്. അത് എങ്ങനെയാ ഇവിടെ അടുത്തുള്ള കടകൾക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഇപ്പം ഇന്നലെ ഗ്രാമസഭയിലൂടെ പഞ്ചായത്ത് മെമ്പർ മുഖേന അങ്ങനെ എത്തിക്കുകയാണ് ഇപ്പോൾ വേണ്ട ആളുകൾക്ക്. കുട്ടികൾക്ക് സന്തോഷമായിരിക്കും. കുട്ടികൾക്ക് സന്തോഷമാണ്. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന, എളുപ്പത്തിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് എന്തായാലും ചെയ്യാം. ടീച്ചർ ചേരുന്നുണ്ട്. ടീച്ചറെ, സത്യം പറഞ്ഞാൽ സ്കൂളിലെ ഈ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ നിങ്ങൾ കൊടുക്കുന്ന പിന്തുണയാണല്ലോ ഇവർക്ക് ഊർജ്ജമാവുന്നത്. എങ്ങനെയാണ് ഇതൊരു ഇന്നോവേറ്റീവ് ആശയമാണെന്ന് തോന്നിയത്? അതെ, വെക്കേഷനാണ് ഞങ്ങളിത് തുടങ്ങിയത്. അപ്പോൾ കുട്ടികൾക്ക് ഏറ്റവും ചുരുങ്ങിയൊരു മൂലധനം ഇതിന് വേണ്ടി വന്നുള്ളൂ. പക്ഷേ അതുകൊണ്ട് നല്ലൊരു ജനങ്ങൾക്ക് ഞങ്ങളെ ചുറ്റുപാടനുസരിച്ച് നല്ലൊരു രീതിയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ചെറിയൊരു മൂലധനത്തിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. നല്ലൊരു പ്രവർത്തനമായി തോന്നി. അന്ന് വെക്കേഷന് കുട്ടികൾ താല്പര്യമുള്ള കുട്ടികളാണ് ആദ്യം അതിന് റെഡിയായി വന്നത്. പിന്നെ അത് കണ്ടപ്പോൾ കൂടുതൽ കുട്ടികൾക്ക് കൂടുതലായി കുട്ടികൾ വരുന്നുണ്ട്. നല്ലൊരു ഡിമാൻഡ് ആയി വരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ ഗ്രാമസഭയിലൊക്കെ പറഞ്ഞ് പിന്നെ പാലിയേറ്റീവിന് കൊടുക്കാന്നുള്ള അങ്ങനെ ഒരു രീതിയുണ്ട്. പഠന സമയത്തെ ബാധിക്കാതെ എങ്ങനെ ഇത് മാനേജ് ചെയ്യും? വർക്ക് എക്സ്പീരിയൻസിൻ്റെ പീരീഡുകളാണ് ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ആ സമയത്ത് കുട്ടികൾ കുറച്ചും കൂടിയും എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി വേണമെന്ന് ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. അപ്പോൾ വെക്കേഷൻ ഇത് ചെയ്തപ്പോൾ നല്ലൊരു ഇതായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ട് പിന്നെ അത് കൂടുതൽ വിപുലീകരിച്ച് ക്ലാസ് തലത്തിൽ നടത്താമെന്നുള്ളൊരു. കളക്ടറൊക്കെ വന്നതിൻ്റെ ഒരു ഇതൊക്കെ കണ്ടിരുന്നു. ശരിക്കും വലിയൊരു പ്രോത്സാഹനം ജില്ലാ ഭരണകൂടത്തിന് ഭാഗത്ത് കിട്ടുന്നുണ്ടല്ലേ? ഉണ്ട്. പഞ്ചായത്തിലും ഒക്കെ നല്ലൊരു തന്നെയാണ്. കളക്ടർ അടുത്ത് പോയിട്ടാണ് ഞങ്ങൾ അതിൻ്റെ ഉദ്ഘാടനമൊക്കെ ചെയ്തത്. PTA ഭാരവാഹിയോട് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ പഠനത്തോടൊപ്പം തന്നെ ഇത്തരം കാര്യങ്ങൾ പഠിച്ചു വരുന്നത് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ഗുണം ചെയ്യുന്നതാവില്ലേ? തീർച്ചയായിട്ടും ഗുണം ചെയ്യുന്നുണ്ട്. സ്കൂള് പാഠവിഷയങ്ങളിൽ സാധാരണ എല്ലാ മികവുണ്ട്. അതേസമയത്ത് പാഠേതര വിഷയങ്ങൾ മറ്റ് ആക്ടിവിറ്റീസിൽ പലതും നമ്മൾ വിജയിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊറോണ കാലത്ത് AI വെച്ചിട്ട് ഓഗ്മെൻ്റ് റിയാലിറ്റി ക്ലാസ് സംഘടിപ്പിച്ചിട്ട് ഈ സ്കൂള് ഇതിനൊക്കെ ലോകത്തറിയപ്പെട്ടു.
അതുപോലെ തന്നെ ഇപ്പോൾ അത് ഇതിപ്പോൾ ആൾക്കാരൊക്കെ ചോദിച്ചു വരുന്നുണ്ട്. നമ്മളതിന് പരസ്യം പരമാവധി വാട്സപ്പ് ഗ്രൂപ്പുകളിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഒരു ഗുണമാണ് അത് കിട്ടുന്നത്. എന്നാൽ എംലൈറ്റിൻ്റെത് മുർക്കാട് ലൈറ്റ് എന്താ അതിൻ്റെ ഫുൾ ഫോം? എംലൈറ്റ് എന്ന് പറയുമ്പോൾ മുർക്കാട് ലൈറ്റ് അല്ലേ? എന്നാൽ നാട് മുഴുവൻ വെളിച്ചം വിതറുകയാണ്. നമുക്ക് ഇവരുടെ ഈ ഒരു സംരംഭം ശരിക്കും പറഞ്ഞാൽ മറ്റ് സ്കൂളുകൾക്കൊക്കെ മാതൃകയാക്കാവുന്ന ഒന്നാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് ഇത് നൽകുന്ന ഒരു ആത്മവിശ്വാസമുണ്ട്. ചെറുതെങ്കിലും സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം മാത്രമല്ല, ഇത്തരത്തിലുള്ള സംരംഭങ്ങളൊക്കെ സ്കൂൾ തലം മുതൽ തുടങ്ങി വയ്ക്കുന്നത് അവരുടെ ഭാവിക്കും മറ്റുള്ളവർക്ക് മാതൃകയാക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്താണെങ്കിലും മൂർക്കനാട് സ്കൂൾ മറ്റൊരു തരത്തിലും വീണ്ടും മാതൃകയാവുന്നുവെന്ന് സന്തോഷത്തോടെ തന്നെ പറയാം. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. തീർച്ചയായും മാതൃകാപരമായ ഒരു സ്കൂൾ, അതിൻ്റെ പ്രവർത്തനമാണ് അനുമോദ് വിശദീകരിച്ചത്. കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഇന്ന് സ്ഥാപനത്തിൽ എത്തുമെന്നുള്ളതാണ് വിവരം. നേരത്തെ തന്നെ DYFIയും മറ്റ് യുവജന സംഘടനകളും മറ്റും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഏതായാലും മാനേജ്മെൻറ്റ് വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇപ്പോൾ നാളെയാണ്, വെള്ളിയാഴ്ചയാണ് മാനേജ്മെൻറ്റുമായി ചർച്ച സർക്കാർ വെച്ചിരിക്കുന്നത്. മന്ത്രിയടക്കം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകളുടെ പിന്തുണയുമുണ്ട് ഈ ജീവനക്കാർക്ക്. പക്ഷേ മാനേജ്മെൻറ്റ് ഭാഗത്തുനിന്ന് ഇതുവരെ എന്തെങ്കിലും അനുകൂല സമീപനം ഉണ്ടാകുന്നുണ്ടോ? അവർ ആദ്യം മന്ത്രി വിളിച്ച് ചർച്ചയിലെത്തിയില്ല. നാളെ എത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഈ ജീവനക്കാരും സർക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ മാനേജ്മെൻറ്റ് അവരുടെ നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? രഞ്ജിത്ത്, മാനേജ്മെന്റ് നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നതാണ് ഇതുവരെയുള്ള അവരുടെ സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഇപ്പോൾ നാളെ ചർച്ചയുണ്ടെന്ന് ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിലൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ അത് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന്, അതായത് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു സൂചനയും ഇതുവരെ അതിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആര് പങ്കെടുക്കുമോ അല്ലെങ്കിൽ എപ്പോൾ എവിടെ, ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മന്ത്രി തന്നെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്, അതായത് സർക്കാർ തന്നെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥിതി നിലവിൽ ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതിൽ തങ്ങൾ ആര് പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഇത് ചർച്ച നടക്കുന്നതെന്ന് സംബന്ധിച്ച കാരണങ്ങളിൽ ഒരു കാരണവശാലും ഒരു അന്വേഷണം പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അതിന് സൂചിപ്പിക്കുന്നത് അവരൊരു നിലപാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ചർച്ചകളിലൂടെ തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്ന് ഒരു ഭാഗത്ത് സർക്കാർ പ്രതീക്ഷിക്കുന്ന, നേരത്തെ കോടതിയും അത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ പരിഹരിക്കുക എന്നത്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള അറിയിപ്പുണ്ടായിട്ടില്ല, അവരുടെ നിലപാടിലൊരു വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ല, സമീപനങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ല. ഇത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ വ്യക്തമാകുന്നത്. എന്നാണോ കമ്പനി അതിൽ പിരിച്ചുവിടലടക്കം നോട്ടീസ് നൽകിയത്, അതിനപ്പുറത്തേക്ക് പിന്നീടൊന്നും അവരുടെ ഭാഗത്ത് പ്രതികരണങ്ങളില്ല. ആദ്യഘട്ട ചർച്ചയിൽ പറഞ്ഞിരുന്നത് അവർ ലീഗൽ അഡ്വൈസർ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. അവർ പറഞ്ഞത് ഇതിനൊരു സാഹചര്യം ഒരുക്കും, അവിടേക്ക് ഇവിടെ ജീവനക്കാർക്ക് കയറിയിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം കാണുന്നത് അത് പൂർണ്ണമായും ആ വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന രീതിയിൽ തന്നെയാണ്. അകത്തേക്ക് യാതൊരു രീതിയിലുള്ള പ്രവേശനവുമില്ലാതെ തുറന്നു കൊടുക്കാൻ പിന്നീട് ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം അത് ആ രീതിയിലുള്ളതല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. അന്ന് സമരം ചെയ്തവർക്ക് ബഹുജന സംഘടനകൾ ചേർന്ന് അകത്തേക്ക് തുറന്ന് കൊടുത്തകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുവെങ്കിൽ പോലും പക്ഷേ പിന്നീട് അതിലെല്ലാം തന്നെ മാറ്റം വന്നു. ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. സമരങ്ങളും എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും അവിടേക്ക് വരുന്നുണ്ട്. യുവജന സംഘടനകളുണ്ട്. ഇന്നിപ്പോൾ മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് ജീവനക്കാരെ സന്ദർശിക്കുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് ഇനി തുടർ നടപടി എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതും ഒരുപക്ഷെ നാളെയോടുകൂടിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വിശദീകരണം നൽകുക. നിലവിൽ ഉള്ള ഒരു സാഹചര്യങ്ങൾ കേന്ദ്ര തൊഴിൽ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ നടപടി എന്നത് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും അതിൽ പല വിവക്ഷകളുണ്ട്. ഇത് സംസ്ഥാനത്ത് വിജ്ഞാപനമായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഭാഗം വരുന്നു. മാത്രവുമല്ല സർക്കാരിന് ഇതിനെ എതിർക്കാനുള്ള കഴിവുണ്ട് എന്നതെല്ലാം വരുമ്പോൾ പൊതുവിൽ ഇതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി കുറച്ച് ദൂരീകരണം ആവശ്യമാണ്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച, നാളെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ചർച്ച വളരെ നിർണായകം തന്നെയാണ്. ഇതുവരെയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ നിലപാട് കടുപ്പിക്കുന്നുണ്ട്, പ്രതിപക്ഷ സംഘടനകൾ ഇടപെടലുണ്ട്. പക്ഷേ അപ്പോഴും മാനേജ്മെൻറ്റ് ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളത് ഈ ജീവനക്കാരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. മുഖ്യമന്ത്രി VD സതീശന് വേണ്ടി ജനങ്ങളെ വഴിയിൽ തടഞ്ഞ് പോലീസ്.
മുഖ്യമന്ത്രി കടന്നു പോകുന്ന വഴികളിൽ വാഹനങ്ങളെയും വഴിയാത്രക്കാരെയും തടഞ്ഞു നിർത്തിയാണ് പോലീസിന്റെ ഗതാഗത ക്രമീകരണം. വഴിയിൽ റോഡ് ബ്ലോക്ക് ചെയ്യുമ്പോൾ കാത്ത് എൻ്റെ വണ്ടിയായിട്ട് ഞാൻ കിടക്കുവാണെങ്കിലാ, നിങ്ങൾ ആരെങ്കിലും കിടക്കുവാണെങ്കിലാ 5 മിനിറ്റൊക്കെ ആവാം, അരമണിക്കൂറായില്ല, 1 മണിക്കൂറായില്ല, എവിടെയൊക്കെ പോകേണ്ട ആളുകളാ, അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അത് ഞാൻ ആ വഴിയിൽ നിൽക്കുന്ന ഒരാളായി, അല്ലെങ്കിൽ ആ പോലീസ് സ്റ്റോപ്പ് ചെയ്തിരിക്കുന്ന അകത്ത് ഒരു കാറിലിരിക്കുന്ന അത്യാവശ്യത്തിന് പോകേണ്ട ഒരാളായി ഞാനൊന്ന് സങ്കല്പിച്ചു നോക്കി. അപ്പം ഞാനെടുത്ത തീരുമാനമാണത്. അധികാരമേറ്റെടുക്കും മുമ്പ് വി.ഡി. സതീശൻ പറഞ്ഞതാണത്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാഹനവ്യൂഹം കടന്നു പോകാൻ പോലീസ് ഒരുക്കിയ ക്രമീകരണങ്ങൾ ഏറെ വിമർശിക്കപ്പെട്ടിരുന്നു. അതിനിരയായ ജനം സതീശന്റെ പ്രഖ്യാപനങ്ങൾക്ക് കൈയടിച്ചു. എന്നാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി കടന്നു പോകുമ്പോൾ റോഡുകളിൽ സംഭവിക്കുന്നത് എന്താണ്? ബാർ കൗൺസിലിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ കോടതിയിലെത്തിയ ദൃശ്യങ്ങളാണത്. മുഖ്യമന്ത്രി വഞ്ചൂർ ജംഗ്ഷനിൽ എത്തുന്നതിനും വളരെ മുമ്പേ വാഹനങ്ങൾ തടഞ്ഞു, വഴിയാത്രക്കാരെയും തടയാൻ ശ്രമിച്ചു. കോടതിയിൽ നിന്ന് മുഖ്യമന്ത്രി തിരികെ പോയപ്പോഴും കാഴ്ചകൾ സമാനം. മുഖ്യമന്ത്രിയുടെ തലസ്ഥാന നഗരത്തിലെ യാത്രകൾ ഇപ്പോൾ ഇത്തരത്തിലാണ് പോലീസ് ക്രമീകരിക്കുന്നത്. പോലീസിന്റെ ഈ ക്രമീകരണങ്ങൾ മുഖ്യമന്ത്രിയുടെ അറിവോടെ അല്ലെന്ന് വേണം കരുതാൻ. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയ്ക്ക് അങ്ങയുടെ യാത്രയുടെ പേരിൽ പോലീസ് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. വി.വി. അരുൺ, ന്യൂസ് 18 തിരുവനന്തപുരം. പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധം. തുടർച്ചയായ 2ാം ദിനവും US ഇറാനിലേക്ക് ആക്രമണം നടത്തി. ബുഷഫർ, ബന്ദർ അബ്ബാസ്, ചബഹർ, സിറിക് തുടങ്ങി നിരവധി ഇറാനിലെ പ്രധാനപ്പെട്ട നഗരങ്ങൾ കേന്ദ്രീകരിച്ചുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായി എന്നാണ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തുവരുന്നത്. വടക്ക് കിഴക്കൻ ഇറാനിൽ ഒരു റെയിൽവേ പാലം തകർത്തു എന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരാൾ മരിച്ചു എന്നും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. സമാധാന കരാറിൽ ഒപ്പിടാതെ തന്നെ ഇറാനിലെ ആണവ പദ്ധതികൾ നശിപ്പിക്കാനാകുമെന്നാണ് ട്രംപ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാൻ തിരിച്ചടിച്ചു എന്നുള്ള വിവരങ്ങൾ കൂടി പ്രധാനമാണ്. ബഹ്റൈനിലേക്കും കുവൈറ്റിലേക്കും ഇറാൻ ആക്രമണം നടത്തി. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ടെഹ്റാനിൽ ഇറാനിലെ മഷാദിൽ വെച്ച് നടക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം. നിർണായകമായ ചില നീക്കങ്ങൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. പ്രധാനമായും തുറമുഖ നഗരങ്ങൾ, ഇറാന്റെ മിസൈൽ കേന്ദ്രങ്ങൾ, ഓയിൽ കേന്ദ്രങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് പറഞ്ഞ് വളരെ വേഗമാണ്. ഇന്ന് രാത്രി ഇറാനെ ആക്രമിക്കും, വലിയ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നൊക്കെ ട്രംപ് പറഞ്ഞ് വളരെ വേഗമാണ് ഈ ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നത്. അജയ് സുധാ ബിജു വിവരങ്ങൾ പങ്കുവെക്കും. അജയ് സുധാ ബിജു, സാധാരണ പ്രതീകാത്മകമായ ഒരു ആക്രമണമൊക്കെ സംഭവിക്കാറുണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ കാര്യങ്ങൾ കുറച്ചുകൂടി കടുപ്പമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. സ്ഫോടനം നടന്നു, പല സ്ഥലങ്ങളിലും തീപിടിച്ചു, മരണങ്ങൾ സംഭവിച്ചു. അങ്ങനെ രണ്ടും കൽപ്പിച്ചാണ് അമേരിക്ക എന്ന് കരുതണോ? രഞ്ജിത്ത്, തുടർച്ചയായിട്ടുള്ള 2ാം ദിവസമാണ് അമേരിക്ക ഇറാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു സമാധാന കരാർ അല്ലെങ്കിൽ ഒരു ഇറാനും അമേരിക്കയും തമ്മിൽ ഒരു ധാരണാപത്രത്തിൽ എത്തിച്ചേർന്നതിന് ശേഷം ഇത്ര രൂക്ഷമായിട്ടുള്ള ആക്രമണം ഉണ്ടാകുന്നത് ഇത് ആദ്യമാണ്. അല്ലാതെ ചില അനിഷ്ട സംഭവങ്ങൾ ഇടയ്ക്ക് റിപ്പോർട്ട് ചെയ്തത് ഒഴിച്ചു കഴിഞ്ഞാൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നില്ല. ചർച്ചകളെല്ലാം വളരെ നല്ല രീതിയിലായിരുന്നു പുരോഗമിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ആദ്യം മുതൽ തന്നെ ഇറാൻ ചില വിയോജിപ്പുകൾ ഈ ധാരണാപത്രവുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പ്രശ്നങ്ങൾ മാത്രമായിരുന്നു ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ എല്ലാം മാറ്റിമറിച്ചത് 2 ദിവസങ്ങൾക്ക് മുൻപ്
ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോയിട്ടുള്ള 3 കപ്പലുകളെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ്. ഈ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനിലേക്ക് അമേരിക്ക ശക്തമായിട്ടുള്ള ആക്രമണം നടത്തുകയായിരുന്നു. അതിനുശേഷം ഇന്നലെ രാവിലെ ഉണ്ടായിട്ടുള്ള ആക്രമണങ്ങൾക്കും അതുപോലെ ഇറാന്റെ പ്രത്യാക്രമണങ്ങൾക്കും എല്ലാം ശേഷം തുർക്കിയിലെ നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് ട്രംപ് സംസാരിച്ചത് ഇറാനെതിരെ അതിരൂക്ഷമായിട്ടുള്ള പരാമർശങ്ങളോടെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇനി ഇറാനുമായിട്ട് ഈ ധാരണാപത്രം നിലനിൽക്കുന്നതായിട്ട് താൻ വിശ്വസിക്കുന്നില്ല. അവരെ ഒരു ധാരണാപത്രത്തിൽ അല്ലെങ്കിൽ ഒരു സമാധാന കരാറിൽ ഒപ്പിടാതെ തന്നെ അവരെ ആണവ വിരുദ്ധരാക്കാൻ അല്ലെങ്കിൽ അവരിൽ നിന്ന് ആണവ പദ്ധതികൾ ഇറാനിൽ നിന്ന് ഇല്ലാതാക്കാൻ അമേരിക്കയ്ക്ക് സാധിക്കും എന്നുള്ള പരാമർശങ്ങൾ കൂടി ട്രംപ് നടത്തി. പിന്നെ നാറ്റോ രാജ്യങ്ങൾക്കെതിരെ വളരെ പ്രകോപനപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് ട്രംപ് ആ നാറ്റോ ഉച്ചകോടിയിൽ വെച്ച് തന്നെ സംസാരിച്ചത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. അതിനെല്ലാം ശേഷമാണ് ഇന്ന് 2ാമത്തെ ദിവസം അമേരിക്ക വീണ്ടും ഇറാനിലേക്ക് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്നലത്തെ പോലെ കൂടുതൽ ഒരു സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഡിഫൻസ് സിസ്റ്റം അതൊന്നും അതിനെല്ലാം പുറമെ കൂടുതൽ നഗരങ്ങളിലേക്ക് ഇപ്പോൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. നിലവിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ബുഷഹർ, ചബഹർ, അതുപോലെ ബന്ദർ അബ്ബാസ്, സിറിക്ക്, ജാസ്ക്, അതുപോലെ തന്നെ അബു മൗസ് ദ്വീപ് തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് നിലവിൽ ആക്രമണം നടന്നിട്ടുള്ളത്. ഇറാനിലെ തെക്കൻ മേഖലകളിലായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ആക്രമണം കേന്ദ്രീകരിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വടക്ക് കിഴക്കൻ മേഖലകളിലും ഈ ആക്രമണം നടന്നിട്ടുണ്ട്. വടക്ക് കിഴക്കൻ മേഖലയിലുള്ള അക്കാല എന്ന് പറയുന്ന നഗരത്തിലെ ഒരു റെയിൽവേ പാലം അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നു എന്നുള്ള ഒരു റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. അതുപോലെ ഈ ആക്രമണങ്ങളിൽ ഒരു ഫയർ ഫൈറ്റർ കൊല്ലപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളും നിലവിൽ ഇറാനിൽ നിന്ന് പുറത്തു വരുന്നുണ്ട്. ഈ ഒരു മരണം മാത്രമാണ് നിലവിൽ ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഈ ആക്രമണം നടന്ന് കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ ഇറാൻ തിരിച്ചടിയും തുടങ്ങി എന്നുള്ളതാണ്. ഇറാന്റെ തിരിച്ചടിയാണ് പ്രധാനം. നേരത്തെ നമ്മളൊക്കെ ചർച്ച ചെയ്യുന്ന പോലെ എല്ലാ തവണയും ഇറാൻ തിരിച്ചടിക്കുന്നത് ബഹ്റിനിലേക്കും കുവൈറ്റിലേക്കും മറ്റുമാണ്. ഇത്തവണയും സമാനമായി തന്നെ ബഹ്റിനിലും കുവൈറ്റിലും ആക്രമണം നടന്നു എന്നുള്ള വിവരങ്ങൾ. ബഹ്റിനിലൊക്കെ സൈറനുകൾ മുഴങ്ങുന്നു, ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. പക്ഷേ ഇന്നലെ നടന്ന ആക്രമണങ്ങളൊക്കെ തടുത്തുവെന്നും മറ്റുമാണ് ബഹ്റിൻ്റെ വിശദീകരണം. ഇന്നിപ്പോൾ ഇത്ര വലിയ ആക്രമണം നടന്ന പശ്ചാത്തലത്തിൽ വലിയ തോതിൽ ഇറാൻ തിരിച്ചടിക്കാനുള്ള സാധ്യതകളുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇപ്പോൾ ബഹ്റൈനിലും കുവൈറ്റിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. അവിടെ ജാഗ്രതാ സൈറനുകൾ തുടർച്ചയായിട്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല കുവൈറ്റിന്റെ പ്രതിരോധ മന്ത്രാലയം ചില മിസൈലുകൾ തകർത്തതായിട്ട് നിലവിൽ പത്രക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഖത്തറിലും ഒരു ജാഗ്രതാ നിർദ്ദേശം നിലവിൽ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുവരെ ഖത്തറിലേക്ക് ഇറാൻ ആക്രമണം നടത്തിയതായിട്ടുള്ള വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഒരു ജാഗ്രത എന്നുള്ള നിലയ്ക്ക് ഖത്തറും ഇപ്പോൾ ഒരു ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ബഹ്റൈനിലും കഴിഞ്ഞ ദിവസം ഏതാണ്ട് 3 തവണയാണ് തുടർച്ചയായിട്ട് സൈറനുകൾ മുഴക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോ ബഹ്റൈനിലാണ് US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത്. US-ന്റെ പ്രധാനപ്പെട്ട വിമാനത്താവളങ്ങൾ ഉൾപ്പെടെ അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോ അത് കാരണം തന്നെയാണ് ബഹ്റൈനിലേക്ക് കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണം കടുപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അപ്പോ അത് കാരണം പല ആവർത്തി അവിടെ സൈറനുകൾ മുഴക്കുന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു. അത് മാത്രമല്ല ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇന്നാണ് ഇറാന്റെ മുൻ പരമോന്നത നേതാവായിട്ടുള്ള ആയത്തുള്ള അലി ഖമനയുടെ അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അദ്ദേഹത്തിന്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള വിലാപയാത്രയൊക്കെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം മൃതദേഹം ഇറാഖിൽ കൊണ്ടുപോയിരുന്നു. ഇറാഖിലെ നജാഫ് അതുപോലെ കർബാല എന്നീ നഗരങ്ങളിലെ പൊതുദർശനവും അതുപോലെ വിലാപയാത്രയൊക്കെ കഴിഞ്ഞ ദിവസം പൂർത്തിയായി. ഇന്ന് മൃതദേഹം വീണ്ടും ഇറാനിലേക്ക് കൊണ്ടുവരും. അതിനുശേഷം ഖമനയുടെ ജന്മനാടായിട്ടുള്ള മഷാദിൽ വെച്ചിട്ടായിരിക്കും അന്തിമ സംസ്കാര ചടങ്ങുകൾ നടക്കുക. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് US ആക്രമണം എന്നുള്ള ഒരു പ്രത്യേകത കൂടി ഇപ്പോൾ ഈ ഒരു സാഹചര്യത്തിലുണ്ട്. അജയ് സുധാ ബിജുവാണ് വിവരങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ലോകകപ്പിൽ ഇന്നു മുതൽ ക്വാർട്ടർ പോരാട്ടങ്ങൾ. ഫുട്ബോൾ ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. അപ്പോൾ ഇനി മുതൽ ക്വാർട്ടർ പോരാട്ടങ്ങളുടെ ആവേശമാണ്. അതിശക്തരായ ടീമുകൾ അവർ ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിക്കഴിഞ്ഞു. നിലവിലെ റണ്ണേഴ്സ് അപ്പായ ഫ്രാൻസ് ഇന്ന് ആഫ്രിക്കൻ കരുത്തരായ മൊറോക്കോയാണ് നേരിടുക. 2022 ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഫ്രാൻസിനോട് തോറ്റ മൊറോക്കോയ്ക്ക് ഇത് പകരം വീട്ടാനുള്ള അവസരം കൂടിയാണ്. ബോസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി ഇന്ത്യൻ സമയം 1:30 മണിക്ക്, നാളെ പുലർച്ചെ 1:30 മണിക്കാണ് മത്സരം.
ഈ ലോകകപ്പിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന ടീം ഏതെന്ന ചോദ്യത്തിന് ഒന്നേയുള്ളൂ ഉത്തരം: ഫ്രാൻസ്. അത്രമാത്രം കരുത്തോടെയാണ് ഫ്രഞ്ച് പടയുടെ മുന്നേറ്റം. ആ ഫ്രാൻസ് പക്ഷേ ഏറ്റവും ഭയപ്പെടുന്ന മത്സരം ഇന്നത്തേതായിരിക്കും. ആഫ്രിക്കൻ വമ്പന്മാരായ മൊറോക്കോ വലിയ വെല്ലുവിളിയാണ് ദശാംശനും സംഘത്തിനും. ഗംഭീര പ്രതിരോധത്തിനൊപ്പം മികവുറ്റ ആക്രമണം കൂടി ചേരുന്നതാണ് മൊറോക്കോയുടെ കളി. കാനഡയെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് അവർ വരുന്നത്. അഷ്റഫ് ഹക്കീമിയുടെ നേതൃത്വത്തിലുള്ള പ്രതിരോധവും അസദീൻ അനാഹിയുടെ മധ്യനിരയിലെ മാന്ത്രികതയും ഫ്രാൻസിന് വെല്ലുവിളി ഉയർത്തും. ഗ്രൂപ്പ് ഘട്ടത്തിൽ ബ്രസീലിനെ സമനിലയിൽ തളച്ച മൊറോക്കോ ഏതൊരു വമ്പന്മാരെയും വീഴ്ത്താൻ കെൽപ്പുള്ളവരാണെന്ന് തെളിയിച്ചു. ഈ ടൂർണമെന്റിൽ ഇതുവരെ 14 ഗോളുകൾ അടിച്ചുകൂട്ടിയ ഫ്രാൻസിന്റെ മുന്നേറ്റം തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ കരുത്ത്. പ്രീ ക്വാർട്ടറിൽ പരാഗ്വെ മറികടന്നാണ് ദശാംശിന്റെ പട ക്വാർട്ടറിലേക്ക് ടിക്കറ്റ് എടുത്തത്. 7 ഗോളുകൾ നേടിയ കിലിയൻ എംബാപ്പയും സഹതാരം ഒസ്മാൻ ഡെംബലെ നയിക്കുന്ന ആക്രമണം ഏത് പ്രതിരോധ കോട്ടയും തകർക്കാൻ പോകുന്നതാണ്. ഫുട്ബോൾ ചരിത്രത്തിൽ ഇരു ടീമും 6 തവണയാണ് ഏറ്റുമുട്ടിയത്. ഇതിൽ ഫ്രാൻസിനാണ് വ്യക്തമായ മുൻതൂക്കം. 4 തവണ ഫ്രാൻസ് ജയിച്ചപ്പോൾ മൊറോക്കോയ്ക്ക് ജയം സ്വന്തമായത് ഒരിക്കൽ മാത്രം. എന്നാൽ ഫുട്ബോൾ ആരാധകർ ഒരിക്കലും മറക്കാത്ത പോരാട്ടം നടന്നത് 2022 ഖത്തർ ലോകകപ്പിലാണ്. ആ സെമി ഫൈനലിൽ തിയോ ഹെർണാണ്ടസിന്റെയും കോലോ മുവാനിയുടെയും ഗോളുകളാണ് മൊറോക്കോയുടെ സ്വപ്നക്കുതിപ്പ് അവസാനിപ്പിച്ച് ഫ്രാൻസ് ഫൈനലിലെത്തിയത്. ചരിത്രം ഫ്രാൻസിനൊപ്പമാണെങ്കിലും ഈ ലോകകപ്പിലെ മൊറോക്കോയുടെ ഫോം പ്രവചനാതീതമാണ്. ഖത്തറിലെ കടം വീട്ടാൻ മൊറോക്കോ ഇറങ്ങുമ്പോൾ കിരീടം ലക്ഷ്യമിട്ടുള്ള പ്രയാണം തുടരാൻ ഉറച്ചാണ് ഫ്രാൻസ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. 9 വർഷത്തെ സേവനത്തിന് ശേഷം ക്രൊയേഷ്യയുടെ പരിശീലക കുപ്പായം അഴിച്ച് സ്റ്റാക്കോ ഡാലിച്ച്. ക്രൊയേഷ്യയെ ഏറ്റവും കൂടുതൽ വിജയങ്ങളിൽ എത്തിച്ച പരിശീലകനാണ് ഡാലിച്ച്. നോക്കൌട്ടിൽ പോർച്ചുഗലിനോട് തോറ്റു പുറത്തായ ശേഷമാണ് തീരുമാനം. ക്രൊയേഷ്യൻ ഫുട്ബോളിന് മറക്കാനാകില്ല ഈ 9 വർഷക്കാലം. 2018 ലോകകപ്പിൽ റണ്ണറപ്പുകളും 2022 ഖത്തർ ലോകകപ്പിൽ 3ാം സ്ഥാനക്കാരുമായി ക്രൊയേഷ്യ ചരിത്രമെഴുതിയ കാലഘട്ടം. എല്ലാത്തിനു പിന്നിൽ സുവർണ തലമുറയെ കൂട്ടുപിടിച്ചുള്ള ഡാലിച്ചിന്റെ ആസൂത്രണങ്ങളാണ്. എന്നാൽ ഇത്തവണ മെഡലൊന്നുമില്ലാതെയാണ് ടീം മടങ്ങിയത്. അങ്ങനെ 2017 ചുമതലയേറ്റ ഡാലിച്ച് കളമൊടിഞ്ഞു. 111 മത്സരങ്ങളിൽ ക്രൊയേഷ്യയെ പരിശീലിപ്പിച്ചു. അതിൽ 62 എണ്ണത്തിലും ജയം. 2022-23 യുവേഫ നേഷൻസ് ലീഗിലും ക്രൊയേഷ്യ റണ്ണറപ്പുകളായി. എല്ലാ നേട്ടങ്ങൾക്കും അചഞ്ചലമായ പ്രതിബദ്ധതയ്ക്കും നന്ദിയെന്ന് ക്രൊയേഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ. ലോകകപ്പിലെ ഗ്രൂപ്പ് എല്ലിൽ 2ാം സ്ഥാനക്കാരായാണ് ക്രൊയേഷ്യ റൗണ്ട് ഓഫ് 32-ലെത്തിയത്. ഇംഗ്ലണ്ടിനോട് 4-2 തോൽവി. പാനമയ്ക്കെതിരെയും ഘാനയ്ക്കെതിരെയും ജയം. അങ്ങനെയായിരുന്നു ഗ്രൂപ്പ് ഘട്ടത്തിലെ പ്രകടനം. പോർച്ചുഗലിനെതിരായ 2-1 തോൽവിയോടെ അവരുടെ ലോകകപ്പ് യാത്ര അവസാനിച്ചു. മത്സരത്തിലെ റഫറിങ്ങിനെതിരെ ഡാലിച്ച് വിമർശനം ഉന്നയിച്ചുവെങ്കിൽ പോലും റഫറിങ് ആണ് എല്ലാത്തിനും കാരണമെന്ന് പറഞ്ഞൊഴിയുന്നില്ല എന്നായിരുന്നു പ്രതികരണം. VAR പരിശോധനയിൽ അനുവദിച്ച പെനാൽറ്റിയും ഗ്വാർഡിയോളിന്റെ അവസാന നിമിഷത്തെ സമനില ഗോൾ ഓഫ് സൈഡ് വിളിച്ച് നിഷേധിച്ചതും ഡാലിച്ചിനും ക്രൊയേഷ്യയ്ക്കും തിരിച്ചടിയായി. ലൂക്ക മോഡ്രിച്ചിന്റെ അവസാന ലോകകപ്പിൽ സെമി ഫൈനലിൽ എത്തുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു ക്രോട്ടുകൾ. ആ സ്വപ്നം നിറവേറ്റാൻ കഴിയാത്തതിലെ നിരാശയിലാണ് ഡാലിച്ചിന്റെ പടിയിറക്കം. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടും നോർവേയും നേർക്കുനേർ വരാനിരിക്കെ ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ തമ്മിൽ രസകരമായ ഒരു വാക്പോര്. നാറ്റോ ഉച്ചകോടിക്കിടെ തുർക്കിയിൽ വെച്ചായിരുന്നു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറും നോർവീജിയൻ പ്രധാനമന്ത്രി യോനാസ് ഗാറും ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞ് തങ്ങളുടെ ടീമുകൾക്കായി രംഗത്തെത്തിയത്. തുർക്കിയിലെ അങ്കാറയിലുള്ള ബ്രിട്ടീഷ് എംബസിയിലായിരുന്നു ഈ സൗഹൃദ കൂടിക്കാഴ്ച. സ്വന്തം രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സികൾ ധരിച്ചാണ് ഇരു നേതാക്കളും എത്തിയത്. ഞായറാഴ്ച നടക്കാനിരിക്കുന്ന ആവേശകരമായ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി ഒരു പഴയകാല മത്സരഫലം ഓർമ്മിപ്പിച്ചായിരുന്നു നോർവീജിയൻ പ്രധാനമന്ത്രിയുടെ തുടക്കം. 1981 ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ നോർവേ ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ചത് മറക്കണ്ട എന്ന് യോനാസ് ഗാർ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ മറുപടിയും രസകരമായിരുന്നു. 1966 ലേബർ പാർട്ടി അധികാരത്തിലിരുന്നപ്പോഴാണ് ഇംഗ്ലണ്ട് ലോകകപ്പ് നേടിയത്. അതുകൊണ്ട് ഇത്തവണ ലോകകപ്പ് ഇംഗ്ലണ്ടിന് തന്നെയെന്ന് സ്റ്റാർമർ. Well, may I say, 45 years ago, Prime Minister, Norway played England in the qualification, and we won. And the radio commentator said, "Maggie Thatcher, can you hear me? Your boys took a hell of a beating." Yeah, but what you're leaving out of account is that England only win the World Cup under Labour governments, 1966. So the time is ours. Wait and see. It will be a great match. Nice to see you. ഞായറാഴ്ച പുലർച്ചെയാണ് ഇംഗ്ലണ്ട് നോർവേ ക്വാർട്ടർ ഫൈനൽ. ബ്രസീലിനെ അട്ടിമറിച്ചെത്തുന്ന നോർവേയും മെക്സിക്കോയെ തോൽപ്പിച്ചെത്തുന്ന ഇംഗ്ലണ്ടും തമ്മിലുള്ള പോരാട്ടം കടുത്തതായിരിക്കുമെന്നാണ് ഫുട്ബോൾ ലോകത്തിന്റെ വിലയിരുത്തൽ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് ആവേശം കൊടുമുടിയിലെത്തി നിൽക്കെ
കളിപ്രേമികളുടെ പ്രധാന താവളമായി മാറിയിരിക്കുകയാണ് ഹൂസ്റ്റണിലുള്ള ഫിഫയുടെ ഔദ്യോഗിക മെർച്ചൻഡൈസ് സ്റ്റോർ. ജേഴ്സികളും തൊപ്പികളും വാങ്ങാൻ വലിയ ജനത്തിരക്കാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. ഫിഫയുടെ ഔദ്യോഗിക സ്റ്റോറാണ് ഹൂസ്റ്റണിൽ പ്രവർത്തിക്കുന്ന ഈ മെർച്ചൻഡൈസ് സ്റ്റോർ. ലോകകപ്പിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമുകളുടെ ജേഴ്സിയും തൊപ്പിയുമെല്ലാം ആവശ്യക്കാർക്ക് നേരിട്ട് വാങ്ങാം. കോങ്കോയുടെ ജേഴ്സികൾക്ക് ആവശ്യക്കാർ ഏറെയാണെന്ന് ഫിഫ സ്റ്റോറിലെ ജീവനക്കാരൻ മാത്യു ഷാഫർ. മൊറോക്കോ ഉൾപ്പെടെയുള്ള ആഫ്രിക്കൻ ടീമുകളുടെ ഉൽപ്പന്നങ്ങൾക്കും വൻ ഡിമാൻഡാണ്. I would say honestly the keychains probably go the fastest. We restock them all the time. There's always something more to put up. One guy and his assistant, I would say, they probably bought over like $5,000 worth of merchandise. That was probably the craziest thing I saw. And what kind of thing was he buying? Everything. Literally everything. He'd pick up an item, he's like, how many of these do you have? He's like, yeah, I'll take all of those. I was like, okay. പനാമയിൽ നിന്നുള്ള തന്റെ മക്കൾക്കായി അർജന്റീനയുടെ ജേഴ്സി വാങ്ങാനെത്തിയതാണ് അൽദോ ലോപ്പസ് എന്ന ആരാധകൻ. ലയണൽ മെസ്സിയോടുള്ള ഇഷ്ടമാണ് കുട്ടികളെ അർജന്റീനയുടെ ഫാനാക്കി മാറ്റിയതെന്നും മെസ്സിയുടെ ലാളിത്യമാണ് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കുന്നതെന്നും അൽദോ പറയുന്നു. കൂടാതെ ലാമിൻ യമാലിന്റെ കളി കണ്ട് സ്പാനിഷ് ജേഴ്സി തേടിയും കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. I think Lionel Messi has a lot to do with it. He's an excellent player and well liked around the world. My children definitely like him a lot. He has a very, he's kind of like humble, not very conceited like some of the other players. സ്റ്റോറിൽ ഏറ്റവും വേഗത്തിൽ വിറ്റഴിയുന്നത് ലോകകപ്പ് കീ ചെയിനുകളാണ്. മത്സരവേദിയിൽ മാത്രമല്ല പുറത്തും ലോകകപ്പ് ജനങ്ങളെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നതിന്റെ നേർക്കാഴ്ചയാണ് ഹൂസ്റ്റണിൽ ഈ മെർച്ചൻഡൈസ് സ്റ്റോർ. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ഫുട്ഗോളം ഇൻ അസോസിയേഷൻ വിത്ത് മേത്തർ ഈഗിൾ FC കേരള. മറ്റു ചില വാർത്തകളിലേക്ക് പോകണം. തിരുവനന്തപുരം നെടുമങ്ങാട് ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടുപോത്തുകളുടെ സാന്നിധ്യത്തിൽ ആശങ്ക. ദിവസങ്ങളായി കരിപ്പൂർ മേഖലയിൽ കാട്ടുപോത്തുകൾ എത്തുന്നുണ്ട്. ഇതോടെ വനംവകുപ്പ് ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. അരുൺ മോഹനുണ്ട്. അരുണ്, എന്താണ് വിവരങ്ങൾ? ഈ കാർഷിക മേഖലയാണല്ലോ ഇവിടെ. രഞ്ജിത്ത്, ഏറെ നാളുകളായി ഈ പറയുന്ന നെടുമങ്ങാടിലെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപോത്തിന്റെ ശല്യം രൂക്ഷമായി നിൽക്കുന്ന ഒരു പശ്ചാത്തലമായിരുന്നു. കഴിഞ്ഞ ചൊവ്വാഴ്ച ജനവാസ കേന്ദ്രങ്ങളിൽ 2 കാട്ടുപോത്തിനെ, അതും അക്രമകാരികളായ കാട്ടുപോത്തിനെ കണ്ടതോടുകൂടിയാണ് വനംവകുപ്പ് കൂടുതൽ പരിശോധന നടത്തുന്നത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ഇന്നലെ രാത്രിയോടുകൂടിയൊക്കെ ഈ പറയുന്ന നെടുമങ്ങാട് നഗരസഭയുടെ പരിധി കരിപ്പൂർ ഭാഗത്തൊക്കെ ഈ പറയുന്ന വിജനമായ സ്ഥലത്ത് ഈ കാട്ടുപോത്തിന്റെ സാന്നിധ്യം കണ്ടത് ജനങ്ങളിൽ ആശങ്ക വർദ്ധിച്ചു. പോലീസിന്റെയും ഒപ്പം വനപാലകരുടെയും നേതൃത്വത്തിൽ പരിശോധന നടത്തിയെങ്കിലും ഇവയെ പിടികൂടാനോ അല്ലെങ്കിൽ വെടിവെക്കാനോ കഴിഞ്ഞില്ല. മയക്കുവെടി വയ്ക്കാനുള്ള ഒരു നീക്കത്തിലായിരുന്നു വനം വകുപ്പ്. പക്ഷേ ഇത് ചലിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ ഇതിനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് വനപാലകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇപ്പോഴും അതിനുവേണ്ടിയുള്ള ഒരു തിരച്ചിൽ ശക്തമായിരിക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പറയുന്ന നമുക്കറിയാം, വളരെ അക്രമകാരികളാണ് ഈ പറയുന്ന കാട്ടുപോത്ത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് വനപാലകരെ പോലും കുത്തിവീഴ്ത്തിയ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. അത് വളരെ ഗൗരവത്തോടു കൂടിയാണ് ഇപ്പോൾ വനപാലകർ ഇതിനെ തുരത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് അവരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ട് വെള്ളത്തിൽ മുങ്ങി എന്നുള്ള പ്രധാനപ്പെട്ട വിവരമുണ്ട്. ഗുലാം നബി ആസാദ് ഉണ്ട്. ഗുലാം നബി ആസാദ്, ആ മേഖലയിലൊക്കെ അലേർട്ടുണ്ട്. ശക്തമായ മഴ തുടരുകയാണോ? രഞ്ജിത്ത്, മഴ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളിലായി തുടർച്ചയായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. മലയോര മേഖലയിലെല്ലാം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും തീരപ്രദേശങ്ങളിൽ, താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറിയിട്ടുണ്ട്. കാരശ്ശേരി പഞ്ചായത്തിലെ കുമാരനല്ലൂർ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്. അതുപോലെ തന്നെ മുക്കം പാലത്തിനടുത്ത് നിന്നും ചോണാട് ഭാഗത്തേക്ക് പോകുന്ന പ്രാദേശിക റോഡിൽ വെള്ളം കയറി. കൊടിയത്തൂർ പഞ്ചായത്തിലെ കാരാട്ട് പ്രദേശത്തുള്ള പ്രാദേശിക റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ താഴ്ന്ന പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്.
എന്നാൽ ഉള്ളൊരു ആശ്വാസം എന്തെന്ന് വെച്ചാൽ ഇന്നലെ കയറിയതേക്കാളും ജലനിരപ്പ് രാത്രിയിലേക്കാളും കുറച്ച് താഴ്ന്നതായാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇനിയും മഴ ശക്തമാവുകയാണെങ്കിൽ പുഴയിലെ ജലനിരപ്പ് ഉയരുകയും മറ്റു പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. മൂടിക്കെട്ടിയ അന്തരീക്ഷമാണ് നിലവിലുള്ളത്. ഇന്നും മഴ തുടരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. രഞ്ജിത്ത്. ഗുലാം നബി ആസാദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനി സ്പെഷ്യൽ ഡേയിലേക്ക് പോകാം. അതിനു മുൻപ് താമരശ്ശേരി ചുരത്തിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി എന്നൊരു വാർത്ത കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കാർ യാത്രക്കാർക്ക് പരിക്കേറ്റു. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. 6-ാം വളവിന് തൊട്ടു മുകളിൽ വെച്ചായിരുന്നു അപകടം. മരം വീണതിനെ തുടർന്ന് ചുരത്തിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യവുമുണ്ടായി. ഏതായാലും മഴയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് കെടുതികൾ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വടക്കൻ മേഖലകളിലാണ് നിരവധി ഇത്തരം അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. സ്പെഷ്യൽ ഡേയിലേക്ക് പോവാം. മാൾട്ടയിലുള്ള തിരുവനന്തപുരം കാഞ്ഞിരംകുളം സ്വദേശിനി അപർണയ്ക്ക് ജന്മദിനാശംസകൾ നേരുന്നത് നാട്ടിലെ സുഹൃത്തുക്കൾ. ഇന്ന് 10ാം പിറന്നാൾ ആഘോഷിക്കുന്ന ആരവ് കൃഷ്ണ അഞ്ചൽ സ്വദേശിയാണ്. ആരവിന് ആശംസ അറിയിക്കുന്നത് അച്ഛൻ ഉമേഷ് കൃഷ്ണനും അമ്മ ആതിരയും. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാകാൻ സമയമായി. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. നമസ്കാരം.